എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ടാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ വാർ അപ്ഡേഷനെ കുറിച്ചാണ്. ഇതുവരെയായി തന്നെ യാതൊരുവിധ സമാധാന ശ്രമങ്ങളും ഫൈനലായി എത്തിയിട്ടില്ല. ഒപ്പം അമേരിക്കയും ഇറാനും ഇസ്രയേലും പരസ്പര ബന്ധമില്ലാത്ത രീതിയിലുള്ള ഓരോ പ്രസ്താവനകളും നടത്തുന്നു. ഇറാൻ മുന്നിൽ വച്ചിരിക്കുന്ന പല നിബന്ധനകളും, അതുപോലെ അമേരിക്ക വച്ചേക്കുന്ന പല നിബന്ധനകളും ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള നിബന്ധനകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവർ രണ്ടു കൂട്ടരും സമാധാനം ആഗ്രഹിക്കുന്നില്ല. വാദപ്രതിവാദങ്ങളും മറ്റുമൊക്കെ കാട്ടിക്കൂട്ടി ഇറാൻ ഭരണകൂടം അവരുടെ റവല്യൂഷണറി, അതായത് മത പോലീസിനെ വെച്ച് അവർക്ക് യുദ്ധം മുമ്പോട്ട് നയിക്കണം എന്നുള്ളൊരാഗ്രഹം ഇറാനും. കാരണം ഇറാനിൽ മറ്റൊരു ഭരണമാറ്റം ഉണ്ടായാൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഭരണാധിപന്മാർക്കും അവരുടെ സ്ഥാനം ഒഴിയേണ്ടിവർക്കും ഒരുപക്ഷെ അവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ കഴിവതും യുദ്ധം നീണ്ടുപോകണം, അവർക്ക് ഭരണത്തിൽ തുടരാം. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മറ്റു പ്രയാസങ്ങളും അവർ ശ്രദ്ധിക്കുന്നില്ല. അതേ രീതിയിൽ തന്നെയാണ് അമേരിക്കയിൽ ഇപ്പോൾ അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടിയല്ല ട്രംപ് കളിക്കുന്നത്. ട്രംപിൻ്റെ സ്വന്തം ഇഷ്ടം, അതൊരു രാജ്യത്തിനെ പ്രതിനിധീകരിക്കുകയോ രാജ്യത്തിലുള്ള പ്രജകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ട്രംപ് ഒന്നും ചിന്തിക്കുന്നില്ല. ഓരോ മണിക്കൂറും വിടുവായിത്തരം പറയുന്ന ഒരു പ്രസിഡൻ്റായി അധംപതിച്ച് പോയി. അതിൽ നമുക്ക് ഖേദിക്കുകയേ വഴിയുള്ളൂ. ഒരിക്കലും അമേരിക്കൻ ജനത ഇങ്ങനെയുള്ളൊരു പ്രസിഡൻറ്റിനെ അവർ പ്രതീക്ഷിച്ചിരിക്കില്ല. എന്തായിരുന്നാലും വരുന്നത് അവർ അനുഭവിച്ചേ പറ്റൂ. അവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ്. പ്രസിഡൻറ്റ് എന്ത് പറഞ്ഞാലും അതിനെ അവർ അംഗീകരിക്കും. അതല്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവർക്കുണ്ടാകും. ഇനി ഇറാൻ പല നിബന്ധനകളും വച്ചതിൽ ചിലത് നേരായിട്ടുള്ള നിബന്ധനകളും അല്ലാതെ മറ്റു ചിലതും. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഹോർമൂസ് കടലിടുക്ക് കൺട്രോൾ ചെയ്യാൻ ഇറാന് യാതൊരു അധികാരമില്ല. അത് ഇൻ്റർനാഷണൽ ലെവലുള്ളതാണ്. അത് പറയുന്നതിന് എത്ര കണ്ട് ശരിയാണെന്ന് നമുക്കൊന്ന് പുനർചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ അതിർത്തിയിൽ പെടുന്ന സംവിധാനം അവർ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത്. ഇപ്പോൾ ദുബൈയിലും മറ്റു പല രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റുള്ള സ്ഥലങ്ങളിലും മിസൈൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. അത് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ദുബൈയിൽ തന്നെ ഗവൺമെൻറ് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ അവിടുത്തെ ജനങ്ങൾക്കും പ്രവാസികൾക്കും കൊടുക്കുന്നു. അറിവ് ശരിയാണെങ്കിൽ ഈ വർക്കിംഗ് ടൈം ഏതാണ്ട് കുറച്ചിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ നിബന്ധനകളനുസരിച്ച് യാത്രകൾ കഴിവതും ഒഴിവാക്കുക. കാരണം ഏത് സമയത്ത് ഏത് ഭാഗത്ത് എവിടെ മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഇന്നലെയും ദുബൈയിൽ ഒത്തിരി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം കുവൈറ്റിലും അങ്ങനെ പല ഭാഗത്തും. അപ്പോൾ ആരും തന്നെ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാറില്ല. മറ്റൊന്നുള്ളത്, ചെറിയൊരു സമാധാനം ദുബൈയിലും മിഡിൽ ഈസ്റ്റിനുള്ളിൽ കഴിയുന്ന ഇന്ത്യൻസായാലും എല്ലാ ഫോറിനേഴ്സിനും ഒരു ഭീകര അന്തരീക്ഷമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിൽ, മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവർ യാതൊരു പ്രസ്ഥാനങ്ങളും ഒന്നും ചെയ്യുന്നില്ല. അവിടുത്തെ ഭരണകൂടം അവിടെ ഉള്ളവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും അവർക്ക് ഭീതിയൊന്നും ഉണ്ടാകില്ല, സുരക്ഷിതമായിരിക്കും എന്നുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് വളരെ പ്രശംസനീയമാണ്, നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ
എല്ലാവർക്കും അവിടെ നിങ്ങോട്ട് ആരെങ്കിലും സ്വന്തം നാട്ടിൽ വരണമെങ്കിൽ തന്നെയും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു വേഗയാത്ര നടക്കില്ല. കാരണം ഫ്ലൈറ്റിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എയർലൈൻസ് തന്നെ മൊത്തം ഫുൾ സ്വിങ്ങിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. വളരെ അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് നടത്തുന്നത്. അതുകൊണ്ട് നമുക്കാകെ ഒന്ന് ചെയ്യാമെന്നുള്ള ഒരേ കാര്യം, നമുക്ക് നമ്മുടെ വീട്ടുകാരോടും അവിടെ ജോലി ചെയ്യുന്നവരോടും സമാധാനമായിരിക്കുക. എന്തായിരുന്നാലും ഒരു സമാധാന അന്തരീക്ഷം വളരെ വൈകാതെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും നാളത്തെ അപ്ഡേറ്റിലൂടെ. താങ്ക് യു.